ഉത്ഥാനത്തിന്റെ എല്ലാം അംഗങ്ങളല്ലേ മരിച്ചാള് നമ്മള് പല സ്ഥലത്തും കണ്ടിരിക്കുന്നത് മരിച്ചാള് മരിച്ചുപോയി. മരിച്ചാള് പിന്നെ തിരികെ വരുന്ന ലോകത്താരും ഇല്ലുണ്ടോ? യേശു അല്ലാതെ. മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്താണ് മേരി അവിടെ ചെന്ന് നീ എന്നെ അപരാധ കാലത്തെ കാവൽക്കാരി വെച്ച് മരിച്ചാളെ ഇവിടെ തിരക്കുന്നതിനാ? ഇവിടെ ഇല്ല. ശൂന്യമായ കല്ലറ, പൊതിഞ്ഞ കച്ച, അടയാളങ്ങളാണ്. ഉത്ഥാനത്തിന്റെ അടയാളങ്ങൾ തന്നിട്ട് കർത്താവ് പോകും. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന സന്ദേശം പൗലോസ്ലീഹ തെസ്സലോനിക്ക ലേഖനം വളരെ അർത്ഥവത്തുള്ള ലേഖനമാണെന്ന് നമുക്ക് ചിന്തിക്കാം. വരാൻ പോണ അവസ്ഥകളെ നമ്മളെ ഇപ്പൊ ഇവിടെ ഒരു കൊല്ലത്തിന് മുമ്പ് മുതലേ ഇങ്ങനെ തീക്കട്ട ചൂടിന്റെ കാലഘട്ടം, ചൂട് വന്നു കഴിഞ്ഞാല് വെള്ളമില്ലാത്ത കാലഘട്ടം, വെളിച്ചമില്ലാത്ത കാലഘട്ടം, ചൊറിച്ചിന്റെ കാലഘട്ടമൊക്കെ മുന്നറിയിപ്പ് നൽകണം. പക്ഷെ നമ്മളതൊക്കെ മറന്നുപോയി. നമ്മളത് ഓർക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നിന്നൊക്കെ പോയപ്പോ പോയി. പിന്നെ ചൊറിയുമ്പോഴേ വരുള്ളൂ. എന്തുകൊണ്ടത് നിലനിൽക്കും? നിങ്ങളുടെ ചൊറി അപ്പൊ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസക്കുറവുകൊണ്ടാണ്. ഇവിടെ ഇന്ന് നമ്മളെ വായിച്ച പല ഉപകാര സമയങ്ങളും സംശയത്തിന്റെ ആനുകൂല്യം നിൽക്കുന്ന പകുതി സൂപ്പിട്ട് കർത്താവ് സൂപ്പിട്ട് മുഴുവൻ സൂപ്പിട്ട് ബാക്കി വെക്കിയല്ല. ലാസറേ നീ പുറത്തു വരാൻ പറഞ്ഞു, പുറത്തു വന്നു. അപ്പൊ പെങ്ങാമാര് തടസ്സം നിന്ന് പിതാവേ ഇത് ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ്, മണൽ നാറ്റം കാണും. ഇവിടെ ഒന്നും കർത്താവ് അന്യത്തിനും നമ്മെ പ്രവർത്തിക്കുക. അന്യത്തിന് അപ്പൊ ഇവിടെ പറഞ്ഞു സഹനത്തിന്റെ അവസ്ഥയാണ്. ലൂക്കാ 9:23 ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കുരിശുമെടുത്തിന്റെ പിന്നാലെ. അപ്പൊ നമ്മുടെ കുരിശുകളാരാ? അതൊക്കെ വീട്ടിൽ വെച്ച് പോന്നിരിക്കുക. എന്താ കുരിശ് കയ്യിലുണ്ടോ? അല്ലേ? സ്വന്തം സഹോദരന്മാരൊക്കെ സ്നേഹിച്ച് കല്യാണം കഴിഞ്ഞു, ഗർഭിണിയായി. അപ്പൊ ഗർഭിണിയായി കഴിഞ്ഞ പിന്നെ കെട്ടാതിരിക്കാൻ പറ്റുമോ? പിതാവ് വിളിച്ചു. പിതാവ് ഇപ്പൊ എന്താ വഴി? അത് കാര്യം പള്ളിയിലെ കുർബാനയ്ക്ക്, ഞായറാഴ്ച കുർബാനയ്ക്ക് പരസ്യമായിട്ട് കുരിശ് പിടിച്ച് കുർബാനയാണ് ശിക്ഷ. അവര് അത്ര മോശക്കാരില്ല. അവര് വന്ന് അച്ഛനിങ്ങനെ ഇരിക്കണം, മധുവായിരിക്കണം. അവർ അച്ഛനൊക്കെ കുരിശ് പിടിച്ച് അച്ഛൻ കണ്ട നാട്ടുകാരെ കാണാൻ പറ്റുമോ? കുരിശും പിടിച്ച് മധുവാണ് അങ്ങോട്ട് തിരിക്കുക, കിഴക്കോട്ട് തിരിഞ്ഞാൽ നിന്ന് അവർ രണ്ടുപേരും കുർബാന. ശിക്ഷ വലുതാണ്. കാരണം സമൂഹം തെറ്റിയതിന് സമൂഹത്തോട് പൊരുതി ചോദിക്കാൻ തക്കവണ്ണമാണ് ഇവർ രണ്ടുപേരെയും പിതാവ് പറഞ്ഞു വിട്ടെങ്കിൽ അവരതിന്റെ അപ്പുറത്തെ കാര്യം രണ്ട് കൊന്ത കുരിശ് പിടിച്ച് അച്ഛൻ കണ്ടത് കൊന്ത കുരിശ കെട്ടിച്ചു കൊടുത്തു. അപ്പൊ എന്താ എവിടെയും വളവും തിരുവാൻ നമ്മുടെ ജീവിതത്തില് നേരായ മാർഗമൊന്നും നമുക്കില്ല. ഈ രക്ഷയുടെ മാർഗമാണ് ഈ സഹനം. ഈ സഹനത്തിലൂടെ കടന്നു വരുന്നവർക്കാണ് ദൈവത്തെ കണ്ടെത്തുക, ദൈവ രാജ്യത്തിൽ എത്തിച്ചേരുക, അവിടെ സന്തോഷം കൊണ്ട് പങ്കുവെക്കുക, കുടുംബത്തിൽ ഇമ്പമാകുക. നമ്മളിവിടെയൊക്കെ ഇത്രയും വരുന്ന ആഴ്ച എന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാവണം, ഒരു മാറ്റം ഉണ്ടാവണം, ഒരു മനസ്സാന്തരം ഉണ്ടാവണം. അല്ലാതെ വന്നാ തിരിച്ചപ്പോ തൊട്ടിരുന്ന പിന്നെ എപ്പോ മാറും? അല്ല മാറും. പിന്നെ എന്തിനാ വരുന്നത്? ഇത് കേട്ടാലെങ്കിലും മാറണ്ടേ? ഞങ്ങളൊക്കെ അങ്ങനെ മാറിയവരാ. കുഞ്ഞോനൊക്കെ പറയണ്ടില്ലേ, വലിയ കൊള്ളക്കാരനാണെന്നാ പറഞ്ഞു പോകെ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആരടിച്ചാലും തിരിച്ചടിക്കുക. ഇതാണ് മാറ്റം. ജീവിതത്തിലൊരു പരിവർത്തനം മനുഷ്യനുണ്ടാകുന്നത് ദൈവത്തെ കണ്ടുമുട്ടപ്പെടാം, പരിശുദ്ധാത്മാവ് കണ്ടുപിടിക്കപ്പെടാം. അപ്പൊ ഞാനും നിങ്ങളൊക്കെ ഈ മാറ്റം ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളെ തന്നെ വെറുക്കും ആളുകൾ. കാരണം നിങ്ങളുടെ ഭർത്താക്കന്മാർ വെറുക്കും, മാതാപിതാക്കന്മാർ വെറുക്കും, അമ്മായിമാർ വെറുക്കും. നീയൊക്കെ പോയിട്ട് എന്താ ഗുണം? ഇവിടെ വരുമ്പോ ചിരിക്കും, അവിടെ വരുമ്പോഴും കിട്ടത്തില്ല. അമ്മയോട് വേണ്ടി ആഹാരം വെച്ച് കൊടുക്കില്ല, അമ്മായിപ്പനോട് ഭർത്താവിനോട് സ്നേഹമില്ല, കുടുംബത്തിന് സംവിധാനമില്ല. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ടൊരു മാറ്റം ഇല്ലെങ്കിൽ പിന്നെ അവിടെ മാറ്റം. നിങ്ങളുടെ ഇടവപ്പള്ളി വന്ന് വികാരിച്ചോട് പറയാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് വേണം, കൊടുക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാ വരുന്നത്? വരുന്നവർക്കൊക്കെ പൂർണ്ണ സമാധാനവും ശാന്തി. യേശുക്രിസ്തു ഉദ്ധാനം ചെയ്തപ്പോൾ നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനം എന്റെ വീട്ടിലുണ്ടോ? ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ഇവിടുന്ന് കിട്ടുന്ന സമാധാനം ഉണ്ടോ?
എനിക്കില്ലെങ്കിൽ ആര് കൊടുക്കാൻ പറ്റും? ഞാന് ഒരാൾക്ക് എന്തെങ്കിലും ധർമ്മം കൊടുക്കാൻ പോകുന്ന കൈ കിട്ടാൻ ചെയ്യാതെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ എന്റെ പോക്കറ്റില്ല, എങ്ങനെ കൊടുക്കും? അപ്പൊ ഇത് തന്നെ നമ്മള് ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കാൻ ഒന്നുമില്ല, അല്ല ഇങ്ങോട്ടാ. പ്രീസണം ഇങ്ങോട്ടല്ല. കർത്താവിന്റെ ഭണ്ഡാരത്തിൽ കോടാനുകോടി സ്വത്തുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം സാക്ഷ്യം ഉണ്ടായിരുന്നു. എന്തൊക്കെ ഒരു മകനെ വീട് ജപ്തിയാ. മകനെ അന്ന് ആ പാലാക്കാരനെ അന്ന് പോകാൻ IMS കൊന്തയ്ക്ക് അഖണ്ഡമായി പങ്കെടുത്തൊരു അപേക്ഷ ഇട്ടിരിക്കുന്നു. ഈ വീട്ടിലേക്ക് കാരണം ഞാൻ മാന്യനാ, മകൾ കന്യാസ്ത്രീയാണ്, വീട് ജപ്തിയാതെ അവസ്ഥ എന്തായിരിക്കും? നാണക്കേടാ. ഡബിൾ MA-ക്കാരൻ, അഡ്വക്കേറ്റ്. പക്ഷെ പുള്ളി പോകാതെ അവിടെ കുത്തിയിരുന്ന് കൊന്ത കൂടി അവിടെ വീട്ടിൽ ചെന്നപ്പോഴേ ഭാര്യ പറഞ്ഞു ബാങ്കിലോട്ട് ചെല്ലാനായിട്ട് ഇന്നലെ വൈകിട്ട് വന്ന ആള് പറഞ്ഞു. അപ്പൊ എന്താണ് കാര്യം എന്നറിയാതെ ജോസ് ബാങ്കിൽ ചെന്നപ്പോ പറഞ്ഞു തന്റെ പ്രമാണം എടുത്തിട്ട് പോകും. ആരടച്ച്? അമ്പയാളടച്ചത്, അല്ലാതെ വേറെ കളവടയൊന്നുമില്ല. ഇവിടെയാ കുത്തിയിരുന്ന് പിടിച്ചു വാങ്ങിച്ചത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നിട്ട് ഇപ്പൊ പിണങ്ങിയിരിക്കുന്ന ഒരു കഴിഞ്ഞ തിങ്കളാഴ്ച ഡൽഹിയിൽ നിന്ന് ഒരു ഭാര്യ ഭർത്താക്കൾ കിടന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് തലയൊക്കെ വെച്ച് ഇപ്പൊ ഞങ്ങൾ അവിടെ തലയൊക്കെ വെക്കാൻ പറ്റില്ല. പറഞ്ഞ തലയൊക്കെ വെക്കരുത്. ഇവിടെ ഞങ്ങൾ വെക്കുന്നു, കാരണം ജില്ല മാറി പോലീസല്ല. അപ്പൊ തലയൊക്കെ വെക്കണം. ഇവരുടെ കയ്യെ ഇങ്ങനെ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴേ നട്ടല് വേദനത്തിൽ ഇരിക്കാന്ന് നിർത്തി. എന്നുവെച്ചാൽ ആർക്കാ? എനിക്കാ. അയ്യോ ബ്രദറെ, ഞാൻ എനിക്ക് അവിടെ ഇനി പോവാൻ സ്ഥലം അപ്പ കിട്ടി 90% ഈ ചികിത്സ. ഞങ്ങളുടെ കണക്ക് പറയാൻ സ്വന്തം ഭർത്താവിന്റെ സഹോദരിയുമായിട്ട് ഈ പിശാചി മിണ്ടത്തില്ല. ആ സഹോദരി ഇതേപോലെ ക്ഷമിച്ചപ്പോ അവൾ എന്നോട് പറയാ എന്തോ ഇറങ്ങി ഇവിടുന്ന് പോയി, നട്ടല് നേരെയായി പുറത്തു തുടങ്ങി. ഇതും കൊണ്ടല്ലേ നടക്കുന്നത്. ഈ വെറുപ്പും കൊണ്ടാണ് നടക്കുക. വെറുപ്പെന്ന മാരകമായൊരു പിശാചാണ്. ആ പിശാചിനെ ഉപേക്ഷിക്കുന്നില്ല. ആ പിശാചിനെ ഉപേക്ഷിക്കാത്തതിനാല് നമ്മൾ രക്ഷപ്പെടുന്നത് എങ്ങനെയാ? സൗഖ്യം ലഭിക്കുന്നത് എങ്ങനെയാ? സാമ്പത്തികം തരുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടെ പറഞ്ഞു ലാസറും ധനവാനും അത് സുഖിച്ച് കിടന്ന ധനവാൻ എവിടെ ചെന്നെത്തി? ദുഃഖിച്ച ലാസർ എവിടെ ചെന്നെത്തി? ഇത് തന്നെ നമ്മുടെ അവസ്ഥയും. ഏറെ ദൂരേക്ക് പോകണ്ട. അങ്ങോട്ട് നോക്കുമ്പോൾ ലാസറുടെ പടിവാതിക്കെ കിടന്ന ലാസർ, ഒരു പരിഗണന ഒരു അംഗീകാരം ഇല്ലാതെ കിടന്ന ലാസറെ അബ്രാഹത്തിന്റെ മടിയില് നമ്മളൊക്കെ വെറുക്കിയും തല്ലിയും കൊല്ലിയും മിണ്ടാത്തവരൊക്കെ ചർച്ച ചെല്ലുമ്പോഴേ അവരുടെ ആത്മാവ് അവരൊക്കെ ആരുടെ കൂടെ ഇരിക്കും? അപ്പൊ നമ്മളവിടെ കിടക്കും. അയ്യോ ഞാൻ എല്ലാ ആഴ്ചയിലും കാര്യങ്ങളും തന്നിട്ടുണ്ട്, എല്ലാ ചൊവ്വാഴ്ചയും വരുമായിരുന്നേ. എന്നാല് ഒരു പരിഗണനയും കാണിക്കുകയില്ല, ഒരു പരിഗണനയും ഉണ്ടാകില്ല. കാരണം ഇറ്റവും പറഞ്ഞ പോലെ ഞാന് ദുഃഖം അനുഭവിക്കുന്നവർ സന്തോഷിക്കണം, ദുഃഖിക്കുന്നവര് സന്തോഷിച്ചേ പറ്റൂ. പരസ്പരം ചുമ്മനം കൊടുക്കാനാ പറഞ്ഞത്. ആരെ? പൗലോസിനെ പറഞ്ഞ ലേഖനത്തില് നിങ്ങൾ പരസ്പരം, കാരണം നിങ്ങൾ ദുഃഖിച്ച ഇവിടെ വരിക, പ്രയാസപ്പെട്ട് വരുന്നവർ കെട്ടിപ്പിടിച്ച് ഉപ്പ് കൊടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഈ തോട്ടപ്പള്ളിയില് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വണ്ടേ പ്രോഗ്രാമിൽ പോയി. വണ്ടേ പ്രോഗ്രാമിന്റെ കാരണം ആന്തരിക സൗഖ്യം എടുത്തോണ്ടിരിക്കുക. അപ്പൊ ആന്തരിക സൗഖ്യം എടുത്ത് നാട്ടിൽ ചെല്ലിട്ട് കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയുണ്ട്. ആരും കുടിക്കുക, അവിടെ തുടിയാനി ഉള്ളിൽ എത്തിയിട്ടുണ്ട്. കറുത്തവർക്കും വെളുത്തവർക്കും ആർക്കും കൊടുക്കും. ഒരു ഉമ്മോട് ഈ ചുമതലയില്ലാതെ ക്ലാസ് മുമ്പോട്ട് പോകുന്നില്ല, ക്ലാസ് മുമ്പോട്ട് പോകുന്നില്ല. അവസാനം ഒരു പാർട്ടി കുമ്പിച്ച് ഒരു ലക്ഷ്യക്കാർ കയറി കെട്ടിപ്പിടിച്ച് കൊടുക്കും. കുറെ നിന്നൊരു സുഖിയാനി കയറി കൊടുക്കും. അപ്പൊ ഒരു വിശാചി കൊള്ളാൻ തുടങ്ങി. ഈ ചുമ്പനം കിട്ടിയ ആള് തൊട്ടാൻ തുടങ്ങി. എന്റെ പോലെ പാടത്ത് നിന്നൊരു പെണ്ണെ അരിവായം കൊണ്ട് ഒരു തുള്ളിക്കൊണ്ട് കേട്ടോ. ഇവിടെ സ്നേഹം കൊടുത്തപ്പോഴേ ഇവിടെ വെറുപ്പ് മാറി, ഇവിടെ വെറുപ്പ് മാറി. ഇതാ ചുംബനം കിട്ടിയപ്പോഴേ പിശാച് പാടത്ത് നിന്ന് തോട്ടപ്പള്ളി അപ്പുറം ആ സ്കൂളിന്റെ അവിടെ നിന്ന് കണ്ടെത്തിയുന്ന കൊയ്തണ്ടിരുന്ന പെണ്ണെ ഞാൻ ഓടി വരിക. ഇവ രണ്ടച്ഛന്മാര് ഗോപിശാചി അച്ഛവിടെ നമുക്ക് മാറ്റാം. അപ്പൊ ഇവര് പരിശുദ്ധ വിവാദമൊക്കെ ഇത് പോണില്ല വിചാരിച്ചു. അവരിങ്ങനെ തുണിയൊന്നുമില്ല, എല്ലാവരും ഒരിഞ്ഞു പോയി. പാവാട മാത്രമേ ഉള്ളൂ. തുള്ളി ദൈവത്തിന്റെ മുമ്പിൽ കാണിക്കുക. വേഷവിധാനൊക്കെ എന്ത് ചെയ്യും? അവസാനം പ്രാർത്ഥിച്ച് ബഹിഷ്കരിച്ച് ഈ രണ്ടിനെയും താഴെ ഇട്ടു. അവരെടുക്കുന്നു പോയി. അപ്പൊ അന്ന് മുതൽ സമൂഹം ഒന്നായി. ഇവിടെ ജാതിയില്ല, മതമില്ല, ദൈവത്തിന് രാജ്യമില്ല.
ലൂക്കാ 4:18 ഞാൻ വന്നിരിക്കുന്നത് എന്തിനാ? യേശു വന്നെന്തിനാ? സുവിശേഷം ആരോട്? ദരിദ്രരോട്, പിന്നെ അടിച്ചമർത്തപ്പെട്ടവരെ. പ്രിയരെ, യേശുവിന് മുമ്പ് യഹൂദ ജനം ഈ എല്ലാരെയും അടിമ വേലയായിട്ട്, അവരുള്ളവരല്ല അടിമ പണി ചെയ്യുന്നവരായിരുന്നു. ആർക്കും എല്ലാരെയും കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുമായിരുന്നു. അതുപോലെ പറമ്പും സ്വത്വമൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ വല്ലവന്റെ കയ്യിലായിരുന്നു. കോടിക്കണക്കിന് ഏക്കർ കണക്കിനൊക്കെ മുതലാളിമാരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ നയപ്രഖ്യാപനത്തില് വായിച്ച പോലെ എന്റെ മേലുണ്ട്. ഇത് കേട്ടപ്പോ തന്നെ യഹൂദര് പറഞ്ഞു, കൊല്ലണം ഇവനെ, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഒരുത്തൻ ദൈവപുത്രനാണെന്ന് ഏറ്റവും അവസരമാണ്. വായിച്ചേ, സുവിശേഷം പ്രഘോഷിക്കാം, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും. എന്താണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നവരെ? പാവപ്പെട്ടവനോട് ഒരു പരിഗണനയില്ലാതെ ബന്ധുവരെ കൂലിവേല ചെയ്യിച്ച്, അടിമവേല ചെയ്യിച്ച്, ഈ നമ്മുടെ ദാവീദൊക്കെ അടിമവേല ചെയ്തവരാ കൊട്ടക്കുഴിയിൽ കൊണ്ടുപോയി. ഇതുപോലെ അടിമ സമുദായം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് യേശു പറഞ്ഞു. ഇത് സഹിക്കുന്ന കാര്യമൊന്നുമല്ല. വെറുതെ ചോറ് കൊടുത്തലിച്ച്, ആഹാരം കൊടുത്തിട്ട് ജോലി ചെയ്ത് പയ്യോളം പണിയെടുപ്പിച്ച്, കാലെ പോലെ പണിയെടുപ്പിച്ച് ഉഴുതു മാറ്റിയ ഈ വർഗത്തിനെതിരായിട്ട് ആദ്യ ശബ്ദം ഉയർത്തിയ യേശു ക്രിസ്തുവാണ്. അവിടെയാണ് കൊല്ലുമെന്ന് പറഞ്ഞത്. ഈ നാടിന്റെ നവീകരണം, ഒരു മാനസാന്തരം, ഒരു മടങ്ങി വരൽ, ഒരു പുതിയ രാജ്യവും പുതിയ രീതി, അതവിടെ ഉണ്ടാകുന്ന പറഞ്ഞത്. യെശയ്യാ പുസ്തകം പറഞ്ഞില്ലേ, ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇത് നയപ്രഖ്യാപനത്തിൽ പറഞ്ഞപ്പോഴേ നമ്മളെ പോലുള്ളവരൊന്നും സംഭവിച്ചില്ല. ഇവിടെ അതുണ്ടായില്ലേ? പണ്ട് നമ്മളായിട്ടില്ലേ വിച്ചുഭൂമിയൊക്കെ പിടിച്ചെടുത്തപ്പോ പോലീസ് എന്നെ അടിയായിരുന്നു. ഏക്കർ കണക്കിനുള്ളവരെ പിടിച്ച് 5 സെന്റ് എടുത്തത് അല്ലേ? അത് അതുകൊണ്ടേക്കാരെ ഈ കർത്താവിന് നയപ്രഖ്യാപിച്ചത് തന്നെയാ. അന്ധർക്ക് കാഴ്ചയും. ആ അന്ധർക്ക് കാഴ്ച. ഇവിടെ വന്നിരിക്കും, ഞാൻ സൗഖ്യം തരാനാണ്. അന്ധത എന്താ? ദൈവത്തെ കാണാത്തവരാണ്. ദൈവത്തിന്റെ പ്രബോധനങ്ങൾ, ദൈവത്തിന്റെ അവസ്ഥകളും തിരിച്ചറിയാൻ നിവൃത്തിയില്ലാതെ ഹൃദയം കഠിനമായിരിക്കുന്നു, അന്ധതയായിരിക്കുന്നു. ആരെയും കാണാൻ നിവൃത്തിയില്ല. മനുഷ്യനാണ്. മറ്റുള്ളവരുടെ വേദന കാണുന്നത് കണ്ണു വേണ്ടേ? അപ്പൊ മറ്റുള്ളവരുടെ വേദന കാണണം. ഞാൻ കാണുന്നു, അന്ധത മാറ്റുന്നു. അപ്പൊ കർത്താവ് ഇവിടെ വന്നത് വലിയ ഒരു വിടുതല്, ഒരു വലിയ ഒരു വിപ്ലവകാരിയായിട്ടാണ് ഇവിടെ വന്നത്. വായിച്ചേ, അടിച്ചമർത്തപ്പെട്ടവർക്ക്. കണ്ടോ, ഇവിടെ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ഒരു വർഗം മാത്രമേ ഇന്നും അന്നും ഉണ്ട്. മുതലാളി വർഗം എന്ന് ഒരു വലിയ വർഗമുണ്ട്. അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു. അവൻ തരുന്ന കൂലി മേടിച്ച് കഴിഞ്ഞോണം. രാവിലെ പോലെ 5ഓളം പണിയെടുത്ത് തരുന്ന കാശ് മേടിച്ചിട്ട് പൊക്കോണം. അത് മിക്കവാറും വലിയ കാശുള്ളവരാണ് എന്ത് ചെയ്യും? പണിയെല്ലാം കൂലിക്ക് വേലക്കാരും പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേ ഒരു സുഖാനോർമ്മ കുരിശോടിച്ചിരിക്കും. ഇവിടെ വേഷങ്ങളെ കൂട്ടാതെ മതി. അന്നു വേണ്ടത് ആഹാരം മേടിക്കുന്നതാണ് പാവപ്പെട്ടത്. ഇപ്പൊ മുതലാളിമാര് കുടിച്ചെല്ലാം കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് വന്നിട്ട് കുരിശോരണം. ഇവൻ പോകുമ്പോ കുരിശോരും. രാവിലെ വരാതിട്ട് പള്ളിയിൽ പോകും. ഇതുണ്ടോ കൂലി കൊടുക്കും. കർത്താവ് പറഞ്ഞ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ കൂലി കൊടുക്കാൻ. അതിനോടൊക്കെ ആരുണ്ട് ഇവിടെ? ചെയ്താൽ എത്ര നേരം നടക്കണം കൂലി വാങ്ങിക്കാൻ? അന്നു വേണ്ടുന്ന ആഹാരം മേടിക്കാൻ വന്ന് പണിയെടുക്കുന്ന എന്തിനാ? അത് കൊള്ളയടിച്ച് അകത്ത് വെച്ച് ആർക്ക് കൊടുക്കും? ഇതിനെതിരായിട്ടാണ് വിപ്ലവകാരിയായിട്ടാണ് വന്നത്. വായിച്ച്, ഒരു സാമൂഹ്യ പരിവർത്തനം ലോകത്ത് ആദ്യം പറഞ്ഞത് യേശു ക്രിസ്തുവാ. വീടില്ല, ഞാൻ വീട് തരാം. ആശുപത്രി എന്നെ നോക്കിയേ, കത്തോലിക്കലാണ് യേശുവിന്റെ മരണശേഷം ഉണ്ടായ കാര്യങ്ങളാണ്. അസുരാലയങ്ങള്, വിദ്യാലയങ്ങള്, പള്ളികള്. അപ്പൊ മറ്റുള്ളവർക്ക് നന്മ കാണുവാൻ ആ കാലത്തെ ആഗ്രഹിച്ചവരൊക്കെ ചെയ്തെങ്കില് ഇന്ന് ഫ്രാൻസിസ് പാപ്പ എന്നാ പറഞ്ഞത്? ഇറങ്ങി അകത്തിരിക്കുന്നവർ ഇറങ്ങി കണ്ടെത്തിപ്പോ. താഴേക്ക് വരാനാ പറഞ്ഞത്, പണിയെടുക്കാനാ പറഞ്ഞത്, ചോദിക്കാനല്ല പറഞ്ഞത്. ഇതാണ് യേശുവിന്റെ മനോഭാവം. യേശു ഇത് തന്നെ പറഞ്ഞത്, താഴേക്ക് വരാൻ. ഇവിടെ തളർന്നു കിടക്കുന്നവരെ, കല്യാണം കഴിക്കാൻ കാശില്ലാത്തവരെ, അടിമകളായിരിക്കുന്നു, ഉടമകളല്ല. കുറെ പേര് സൂഹിക്കുന്നിപ്പോ, കുറെ പേര് ഇപ്പോഴും ദാരിദ്ര്യമല്ലേ അല്ലേ? പിന്നെ ഇത് സമത്വം ആകണ്ടേ? അതാണ് അപ്പോസ്തലർ 5-ാം അധ്യായം. ഇവിടെ സമത്വം ഉണ്ടാകണം. കാരണം അനന്യാസും ഭാര്യ അവർ സ്വന്തം സ്വത്തുവകളൊക്കെ പരിശുദ്ധാത്മ നിറഞ്ഞപ്പോഴേ, ഈ പരിശുദ്ധാത്മാവ് യേശു എന്ന പരിശുദ്ധാത്മ നിറഞ്ഞപ്പോഴേ ഉള്ളതൊക്കെ ഒരുമിച്ച് വിറ്റ്, സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം വിറ്റ് ഭാഗിച്ച് എല്ലാവരും കൂടെ സുന്ദരമായിട്ട് ജീവിക്കാൻ ഒരു അനുഭവം ഉണ്ടാണ്. അതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോഴേ, അല്ലാതെ മാറ്റിവെക്കുകയല്ല. ആ കാലഘട്ടത്തില് വായിച്ചേ, അനനിയാസ് എന്നൊരു
എന്നൊരാളും ഒരാളെ നാട്ടിലുണ്ടായിരുന്നു, കായംകുളത്ത് ഉണ്ടായിരുന്നു. സഫീറയും കൂടെ തങ്ങളുടെ സഫീറായി കൂടി പറമ്പ് വിറ്റു. ഭാര്യ ഭർത്താവിടെ കിടക്കാൻ പോയി. വിലയുടെ ഒരു ഭാഗം ഒരു ഭാഗം അങ്ങ് മാറ്റി വെച്ച് ഭാര്യയുടെ അറിവോടെ അവള് മാറ്റി വെച്ചു. എന്നിട്ട് പയ്യെ പകുതിയും കൊണ്ട് ആടെ ചെന്നു ബാക്കി അപ്പോസ്തലന്മാരുടെ കേൾപ്പിക്കാൻ കാലത്ത് ചെന്നു. പത്രോസ് ചോദിച്ചു, നീ ആരെയാ വഞ്ചിക്കുന്നത്? പറമ്പ് വിറ്റ് നിന്റെ കയ്യിലല്ലേ, അനന്യാസെ കാശ് കിട്ടി നിന്റെ അല്ലേ? പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും എന്തുകൊണ്ട് പ്രിയരെ ഇന്നും പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കൊണ്ട? കാരണം നമ്മൾ പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്ന ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴേ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായി. 17,000 രൂപ പിരിഞ്ഞു കിട്ടി അല്ലേ? 24,000 രൂപ ചെലവുണ്ട്, 23,000 രൂപ ചെലവുണ്ട്. ഈ ബാക്കി ആളാരും കിട്ടും. ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞ തന്നേക്കാം. ഇത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇവിടെ പറഞ്ഞെങ്കിലേ ഇത് പരിശുദ്ധാത്മാവോട് പറഞ്ഞതാ. ആരൊക്കെ കൊടുക്കാണ്ടിനി? അപ്പനെ കടം എങ്ങനെ വിട്ടു? ഇങ്ങനെ കടം കൂടി ഏതാണ്ട് 5-6 ലക്ഷം രൂപ ഉണ്ടെന്നാ പറഞ്ഞത് പല പ്രാവശ്യമായിട്ട്. ഒരു കൂട്ടർ കൊടുക്കും, ഒരു കൂട്ടര് ഇതല്ല. ഇത് തന്നെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുക. വായിച്ച് ബാക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു സമർപ്പിച്ചു. പത്രോസ് ചോദിച്ചു, അനന്യാസെ മറിയാമേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചേണ്ടേ പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെച്ചു. സാത്താൻ നിന്റെ കാശ് മാറ്റിവെച്ചിട്ട് ആരറിയും? അപ്പൊ നമ്മളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ മാറ്റിവെച്ചാൽ വല്ല കിട്ടുമോ? പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ? ഒന്നമല്ലേ പറമ്പ്, വിറ്റ് കിട്ടിയത് നിന്റെ കയ്യിലല്ലേ? വിറ്റ് കിട്ടിയത് നിന്റെ അധീനതയിലായിരുന്നല്ലോ. എന്തുകൊണ്ട് മാറ്റിവെച്ചു? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചതാരെ? എന്താണ്? നിന്നെ പ്രേരിപ്പിച്ചതാരാ? പരിശുദ്ധാത്മാവാണ്. പിശാചാണോ? നീ വ്യാജം പറഞ്ഞത് വ്യാജം പറഞ്ഞത്, കള്ളം പറഞ്ഞത് പരിശുദ്ധാത്മാവിനോടാണ്, ദൈവത്തോട്. അപ്പൊ ഇവിടെ കൊടുക്കാന്ന് പറഞ്ഞാൽ ആരോടാ? കുഞ്ഞുങ്ങളാണോ? അച്ഛനാണോ? പിന്നെ നേരത്തെ കൊടുക്കാൻ അല്ല, ചിത്രേ വരുന്നുണ്ട്. ചിത്ര ഉണ്ടായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പറമ്പ് നിന്റെ സ്വന്തമല്ലായിരുന്നോ? വിറ്റ് കിട്ടിയത് നിന്റെ അധീനതയിലായിരുന്നു. ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? മക്കളുടെ അക്കരയ്ക്ക് പോകണം. ഭയങ്കര ദൂരി. അക്കരയ്ക്ക് പോയി 1,00,000 രൂപ ശമ്പളമായി. ആദ്യം ശമ്പളം കായംകുളത്തിന്, അല്ല IMS-ന്. നീ വ്യാജം പറഞ്ഞത് കാശ് വന്നു കഴിയുമ്പോഴോ അതെ ഒരുപാട് കടമുണ്ട്. ഒരുപാട് കടം ഉണ്ട്. അതുകൊണ്ട് ഒരു ഇൻസ്റ്റാൾമെന്റ് ഒരു 10 പ്രാവശ്യമായിട്ട്. അല്ലാണ്ട് ഗതികേട് പറഞ്ഞത് 10 പ്രാവശ്യം കൊണ്ട് ആ കടം തീരുമാനം ഓടിക്കും. എന്താ അവന്റെ കടം തീർന്നു. കർത്താവിന്റെ കടം തീർന്നപ്പോ മണി മതിയാക്കി പോയി. ഇപ്പൊ എന്ത് ഊത്തതാന്നറിയാം അക്കരെ കിടക്കുന്നവര്. എപ്പ വരൂ എന്ന് ആർക്കും ഇല്ല. എല്ലാം പറ്റില്ലേ? ഇവിടെ സന്ദേശം പറഞ്ഞില്ലേ? പോകരുത്, തിരിച്ചു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞില്ലേ? അപ്പച്ചായി മറക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓർപ്പിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞേക്ക് സത്യമല്ലേ? നീ വ്യാജം പറഞ്ഞത് പരിശുദ്ധാത്മാവോടാ, ദൈവത്തോടാ. നീ കൊടുക്കാത്തതും ദൈവത്തോടാ. IMS കൂട്ടായ്മ, കായംകുളം കൂട്ടായ്മ പരിശുദ്ധാത്മാവിന് പറഞ്ഞതാ. അല്ലാതെ അപ്പുറത്ത് പോയി കവടി നിർത്തിയോ ഇപ്പുറത്ത് പോയി ചുമ്മാ പറഞ്ഞ് വെറുതെ വിടുന്ന അല്ല. ഈ വാക്ക് കേട്ട ഉടനെ താഴെ വീണ് മരിച്ചു. കള്ളം പറഞ്ഞതിന്റെ പേര് ആര് മരിച്ചു? ഭർത്താവ്. അവൾ അറിയുന്നില്ല ഭർത്താവ് മരിച്ച കാര്യം. അവൾ അറിയുന്നില്ല. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്ലീൻ തലഭാഗത്തിലേക്ക് ഉണ്ട്. ക്ലീൻ വലിയ കുണുങ്ങി വായിച്ചേ. ഇത് കേട്ടവരെല്ലാം ഭയവിഹുലരായി. ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞു പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു. അടുത്താണ്. ഇതൊന്നും അറിയാതെ ഭാര്യ വരികയാണ് പയ്യ കായംകുളത്തൊക്കെ. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം 3 ഭാര്യയും 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഭാര്യയും വന്നു. നടന്നതൊന്നും അവളിതൊന്നും അറിഞ്ഞില്ല. പത്രോസ് അവളോട് ചോദിച്ചു, ഈ തുകയ്ക്ക് നീ വിറ്റത്? നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക. അവൾ പറഞ്ഞു പറഞ്ഞാൽ പോരായിരുന്നു, ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട്. അതെ, ഈ തുക. അതെ, കണ്ടു പെണ്ണ് പറയാൻ. ഈ തുക. അപ്പോൾ പത്രോസ് പറഞ്ഞു, ആത്മാവിനെ പരീക്ഷിക്കരുത്. നിങ്ങൾ ഒത്തുചേർന്നത് എന്തിനാണ്? ഭാര്യ ഭർത്താവിനെ കിടക്കുമ്പോ എന്തിനാണ്? ഇതാ നിന്റെ ഭർത്താവിനെ. അപ്പോഴാണ് അവളറിയുന്നത് എന്റെ ഭർത്താവ് ഭാര്യ നോക്കിയല്ലേ. ഒരു കോഴിമുട്ട ഒരു രൂപയുടെ മുട്ട വെച്ച് വിരിച്ചൊരു കോഴി കണ്ടപ്പോ എന്ത് അന്വേഷണമെന്ന് നോക്കിയേ. ഇത് ഭർത്താവിനെ കാണാൻ 3 മണിക്കൂർ ഇതേന്ന് എവിടെ പോയി ആര് തിരക്കി? എത്ര സ്നേഹമെന്ന് നോക്കിയേ, എത്ര പ്രേമമെന്ന് നോക്കിയേ. മക്കള് കണ്ടു അപ്പുറത്തേക്ക് കിടക്കുക.
ഇവിടെ ചത്ത് കിടക്കുക. ഒരു കോഴിയുടെ വില പോലും ആർക്കില്ല പലരും ഭർത്താക്കന്മാരോട്. അത്രയും മതിയല്ലേ? ഒരു വിലയും നിങ്ങൾക്കില്ല. കൊണ്ടുപോവാ പിന്നെ അയച്ചേ അവർ നിന്നെയും കൊണ്ടുപോകും. തൽക്ഷണം അവൾ വീട് മരിച്ചു. അപ്പൊ ഈ മാറ്റി വെച്ച ആർക്കായി? അല്ല, ആർക്കായി? രണ്ടുപേരും കൂടെ ഒപ്പിച്ചിട്ട് കുറെ കാശ് മാറ്റി വെച്ചു. ഇത് ആർക്കായി? നിങ്ങളൊക്കെ ഇതുപോലല്ലേ? മാറ്റി വെച്ചിട്ട് മരുന്ന് മേടിക്കുകയാണോ, മരിച്ചു പോവുകയാണോ, കൊടുക്കാൻ പറ്റുന്നോ, തികയ്ക്കുന്നുണ്ടോ, കണക്ക് ബോധിപ്പിക്കണ്ടേ? ഇവിടെ കണക്കെടുക്കുമ്പോ രേഖപ്പെടുത്തി ലൂക്കാ 10:17-72 ജീവന്റെ പുസ്തകത്തിൽ മറിയാമ്മ 500, ദേശീയമ്മ 1000. ഇത് നിങ്ങളറിയുന്നില്ല. ജീവൻ ഇപ്പൊ പ്രത്യേകിച്ച് ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തും. ഇത് എവിടെ, ഈ ലോകം എവിടെ പോയാലും ഈ പറയുന്ന ആളുകളുടെ പേരും അവരുടെ വാക്കും അതെല്ലാം കുറിച്ചിരുന്നുണ്ട്. മറന്നു പോയേല. പ്രിയമുള്ളവർ ചിന്തിച്ചു നോക്കുക. അയച്ചവനെ അവളെ എടുത്തുകൊണ്ട് പോയി. 2:37 വായിച്ചു. 30 യേശുവിന്റെ മരണശേഷം ഉണ്ടായ കാര്യങ്ങളാണ്. അപ്പൊ ഈ പൗലോസ്ലീഹ സഹനത്തിന്റെ കാര്യം പറയുന്നത് അതിലും വലിയ സഹനങ്ങളെ വിദ്യാർത്ഥിയിൽ അനുഭവിച്ചിട്ടിരിക്കുന്ന കാലം. യേശു വന്നത് പാവങ്ങളെ തേടി, പാവപ്പെട്ടവരെ തേടി, ബന്ധുവിനെ മോഹിക്കാൻ, ആശുള്ളവരെ തേടിയല്ല. അതുകൊണ്ടാണ് കാശുള്ളവൻ വന്നാൽ ആര് വന്നു? ഒരു വലിയ മുതലാളി വന്നു. ആര് വന്നു? എനിക്കൊന്ന് യേശുവിനെ കാണണം. അപ്പൊ പറഞ്ഞേ, ഞാൻ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? ഒറ്റ ചോദ്യം. അപ്പൊ നിന്റെ മാതാപിതാക്കൾ അത് ഞാൻ കുട്ടിക്കാലത്ത് നോക്കണം. അങ്ങനെ നീ ഉള്ളതെല്ലാം വിറ്റിച്ചിട്ട് പറയുന്നത്. പിന്നെ അവരെ കണ്ടിട്ടില്ല. അപ്പൊ സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പോയേല. അതെ, അടയാളം പറഞ്ഞു. സമ്പത്തുള്ളവൻ ഒട്ടകം സൂചിക്കോടെ പോകണം. എങ്ങനെ സൂചിക്കോടെ പോകാൻ പറ്റുമോ? എന്താണ് പറഞ്ഞത്? ചുമ്മാ വചനം എന്താ? അതെങ്ങനെ അർത്ഥം? അത്രമാത്രം സൂര്യനെ പഠിക്കാൻ പോകാൻ സർക്കാർ പോണ കാണാൻ. അത്രമാത്രം ഇളവപ്പെടണം, ചെറുതാകണം. അപ്പൊ നമ്മളെല്ലാം തിന്നിങ്ങനെ മുറ്റിയിരിക്കുക. പിന്നെ അങ്ങനെ പോകാൻ പറ്റും? ഒരു വഴിക്കാൻ വെച്ച വീടിന്റെ അകത്ത് കയറാൻ നോക്കി. നമ്മൾ ചുമ്മാ വെച്ചിട്ടിരിക്കുക. അതൊരു കയറട്ടെ. കഥയൊക്കെ പൊളിച്ചു വേണം അകത്ത് കയറ്റാൻ. ഇല്ലേ? അയ്യപ്പത്തിലെ ഒരമ്മച്ച് വരുവാൻ നീ വന്നോണ്ടായിരുന്നു. അതിനെപ്പിള്ളിക്കാരത്തിയാ. ഇവര് രാത്രിയെ വന്ന് ഞാൻ കൗൺസിലിംഗ് ആയിട്ട് മുറിയിക്കണം. അച്ഛനോട് പറഞ്ഞു പറയും കൊടുത്താൽ എന്റെ വേറെ ആർക്ക് എഴുതണോ? ഇവർക്ക് മാത്രം. എനിക്കാണ് ഇത്ര മെനക്കേട് പെരുമ്പുണ്ട്. ഭാര്യയും ഭർത്താവിന് വന്ന് ഇല്ല. അവർ ഡോക്ടറാ, നമ്പർ ഓടിക്കുന്നവരാ. പക്ഷെ അവർ കൗൺസിലറാണ്. വേറെ ആരെയും വേറെ ഇന്ന് ആര് വേണം? അപ്പോഴത്തേക്ക് എത്ര വേണമെന്നില്ല. പക്ഷെ ഇവരെ ഒഴിവാക്കി വിടും. പ്രാർത്ഥിച്ചൊക്കെ ഒഴിവാക്കിയൊക്കെ വിട്ടു. അപ്പൊ ഇവരെ പരാതി ഭർത്താവ് ഈ പ്രായത്തിൽ കണ്ടുപിടിക്കുന്നു. ഒരുപാട് പ്രായമുണ്ട്. മകനെ ഡോക്ടർമാർ, അമ്മയും ഡോക്ടർ. ഞാൻ പറഞ്ഞു നമുക്ക് കാര്യം ചെയ്യാം. ഇനി കണ്ടുപിടിക്കുക, ഇനി വക്കച്ചൻ കണ്ടുപിടിക്കുക. ഇവിടുന്ന് ആ ധ്യാനമൊക്കെ കൂടി അവിടെ പോയി കാഞ്ഞിരപ്പള്ളി ചെന്ന ഷാപ്പിലോട്ട് വരും. എടാ മാതാവിനോട് പറഞ്ഞിട്ട് അയ്യപ്പൻ അമ്മയെ ഏൽപ്പിച്ചു വിട്ടത്. അപ്പൊ അവര് പറഞ്ഞു അപ്പച്ചായി വക്കച്ചന്റെ ഷാപ്പിൽ പോയി ഞങ്ങൾ കുട്ടമ്പള്ളിക്ക് ഒരു പരിഹാരം. വലിയ പാറക്കല്ല്, ഒരു മണ്ണമുണ്ട്, പാറക്കല്ലെടുത്തിട്ട് അതിന്റെ മുകളിൽ കയറി മുട്ടുന്നു. അമ്മയും മോളും കൂടി മുട്ടുമുട്ടി. എന്നിട്ട് കൊന്തയെടുത്തു ചുവലാൻ തുടങ്ങി. അയ്യമ്മസമ്മ ഈ കയ്യിരിക്കുന്ന വഴി ഈ ചവയും മദ്യപിക്കുന്ന അയാളുടെ തലക്കഴി. അയാൾ ബെഞ്ചേ കവന്ന് കിടക്കുക. പക്ഷെ ഇവരാരും അറിയുന്നില്ല, സപ്ലക്കാരും അറിയുന്നില്ല. ഷാപ്പ് കൂട്ടാനായിട്ട് ഇരിയാൻ എണീക്കുന്നില്ല. ഇവർ ചെറുക്കി കിടക്കുക. അപ്പച്ചൻ എന്ത് ചെയ്യും? അങ്ങനെ വെള്ളം കോരി ഒഴിച്ച് വിളിച്ചെടുപ്പ് കള്ളല്ല അവിടെ ഇരിക്കും. അന്നത്തോണ്ട് കള്ളുകൂടി പരിഹാരം ഒട്ടുമേ നിന്നെ ഒന്നൊന്ന് പ്രാർത്ഥിച്ചേ. മണ്ണവെള്ളം വെണ്ണപ്പിള്ളയല്ലേ മാറിന്റെ മോളിൽ കർത്താവ് എത്ര കുഞ്ഞുമോയ്ക്ക് നമ്മൾ ആരെ നേടിയെടുക്കാന്? സഹനം പറഞ്ഞില്ലേ? ആരെങ്കിലും നേടിയെടുക്കാൻ മുട്ടേ പ്രാർത്ഥിക്കുന്നത് പോലെ പാറക്കല്ലിട്ടുണ്ട്. ആരെടുക്കും? ആര് ചെയ്യും? നമ്മുടെ കാര്യം സാധിക്കും. മക്കളുടെ കല്യാണം നടക്കണം, കുടുംബം നടക്കണം, വീട് വെക്കണം. അതിന് പരിഹാരം അപേക്ഷ കഴിഞ്ഞിട്ടാ മതിയോ? പിന്നെ ആര് സഹിക്കും? നമ്മളെപ്പോ സഹിക്കും? നമ്മളെ കൊണ്ട് ഏൽപ്പിക്കാൻ കൊച്ചിനെ പിടിച്ചോ.
ഹല്ലേലൂയ. എല്ലാ തിങ്കളാഴ്ചയും കൊച്ചുങ്ങളെ കൊണ്ടുവരും. അടുത്ത കൊല്ലം ഈ സമയത്ത് ഈ ഒരു ആൺകുട്ടിയെ താലോലിക്കും. അപ്പൊ ഇത് 2 രാജാക്കന്മാർ 4:16 തിരുവചന ശക്തിയാണ്. അപ്പൊ മിക്കവാറും വരെ കൊച്ചിനെ കൊണ്ട് പിടിച്ചു. ഇത് നിങ്ങൾ കർത്താവിനെ സമർപ്പിച്ച് കൊണ്ടുപോകുക. ചോറ് കൂട്ടുക. ഇത് കർത്താവിനുള്ളതാണ്. ഇത് ഒരു 50 വയസ്സ് 45 വയസ്സിന് മേലുള്ള കൊച്ചിയിലുള്ളൊരു പ്രേമം മൂത്തുള്ളത് നീണ്ടുപോയി. മിക്ക കല്യാണമൊക്കെ പറഞ്ഞ് ലോകത്തിന്റെ ഉള്ളിലുള്ളതുകൊണ്ട് ആരും ചെയ്യില്ല. അവസാനം കല്യാണം നടന്നു. കഴിഞ്ഞ ക്രിസ്മസിന് രണ്ടിനും പ്രായമാണ്. 19 വയസ്സിലേക്കൊണ്ട് ഗൾഫില നിശ്ചയുണ്ട്. ഒരു ടീച്ചറാ. പ്രാർത്ഥിച്ചു. അവർക്ക് ആവശ്യമുള്ള പ്രാർത്ഥന കൊടുത്തു. ഈ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞാൽ അപ്പത്തേക്ക് ഞാൻ ഈ പറയുന്നത് ഗർഭിണിയാണ് 2 പിള്ളേർ. കർത്താവ് പണി കൊടുത്തത് ഒരെണ്ണം നോക്കിയിട്ട് യോജിക്കണം. ആവശ്യമില്ലാത്ത കാര്യം ചോദിച്ചു പറ്റുക. ഇനി പണി കളഞ്ഞിട്ട് വരണ്ടേ? അന്നാലും നേരത്തെ കുറ്റം പറയുമോ? ഈ നാശം കർത്താവ് എന്താ അല്ല പിന്നെ നമ്മുടെ പണി നമ്മളെന്ത് പറയും? കർത്താവ് നന്ദി എന്ന് പറയുമോ? പിന്നെ എങ്ങനെ പറയാം? നിങ്ങൾ പറയില്ല. എന്ത് നന്ദി പറയാ? നിങ്ങൾ പറയോ? കർത്താവ് ഞങ്ങൾക്ക് ഈ തകർച്ചയോട് നന്ദി പറയുന്നു പറയുമോ? അത് മനസ്സിലിരിക്കട്ടെ. ഇവിടെ നന്ദി പറഞ്ഞാൽ തിരിച്ചു കിട്ടും. പക്ഷെ ആരാ നന്ദി പറയാ? പറയോ? ഇവിടെ താൻ വേദനിച്ചിരിക്കുമ്പോ നന്ദി പറയൂ. ആര് പറഞ്ഞു? അത് ഇതല്ല. ഇയാളെ അറിയാലോ. നന്ദി പറയുന്നത് ഇവിടെ വേറെ ആൾ വന്നില്ല. ഇവിടെ കളിക്കാൻ ഇവർ 2-3 കൂട്ടരേ ഉള്ളൂ സത്യത്തിന് നന്ദി പറയുന്നത്. അവർക്ക് അനുഭവം ഉള്ളതാ. പക്ഷെ കർമ്മക്കാർക്ക് അനുഭവമില്ല. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോയി വരുമ്പോ ഒരു മുസ്ലിം എന്നോട് ചോദിച്ചു, പക്ഷേ ഈ ബൈബിളില് ഏതായിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചു ഇന്ന വചനം എവിടെയാ? ഞാൻ എന്താ അത് നമ്മുടെ തന്നെത്താൻ മെത്രാനുണ്ടല്ലോ, തിരുവില്ലാമത്ര യോഹന്നാമത്ര. യോഹനാരും മെത്രാനാക്കിയല്ലേ ക്രിസ്തവ തന്നെത്താൻ മെത്രാനായി പുള്ളി വചനം പ്രയോഗിക്കുന്നുണ്ട്. അത് കേട്ടപ്പോ ഈ മുസ്ലിമിന് ഇടി കിട്ടി. അങ്ങനെ എനിക്ക് ഭയങ്കര സ്പർശിച്ചു. ഏത് കത്തോലിക്കിനെ സ്പർശിച്ചു. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇത് രാവിലെ പറഞ്ഞതാ. എനിക്ക് അത് വലിയ എന്താ അതുകൊണ്ട് ആ ബൈബിൾ അവിടെ കിട്ടും. ഇത് നമ്മൾ ഇക്കാലം അത്രയും പള്ളിയിൽ പോകുന്ന കൈ ബൈബിളുണ്ട്. എവിടെ സ്പർശിച്ചു? എത്ര ധ്യാനം കൂടുന്നു? എന്ത് വചനം പറയുന്നു? ഇതൊന്നും തിരിച്ചു നോക്കിയിട്ടുണ്ടോ? കർത്താവിലേക്ക് മടങ്ങുന്ന ഒരു നേട്ടൻ കാത്തോലിക്ക സഭയിലുള്ളവർക്ക് ഇങ്ങനെ കാര്യം ഇല്ലല്ലോ. പിന്നെ ഈ വെറുപ്പും വഴക്കൊക്കെ നമുക്കും ഉണ്ട്, ഇവർക്കൊക്കെ ഉണ്ട്. പ്രശ്നം ആർക്കാ? ഒരാൾക്കൊരാള് ആകില്ലേ? അങ്ങനെയാണല്ലോ. കർത്താവ് ഈ 2 പേര് ഇവിടെ എന്തിനാ? മഴക്കുണ്ടാക്കാൻ വേണ്ടിയാ. എന്താ നിങ്ങൾ ഈ 2 പേര് വീട്ടിൽ പോയി എവിടെ ചെല്ലുന്നു അവിടെ വെച്ച് പ്രാർത്ഥിക്കാനാ. 2 കൂടെ വരക്കിട്ട പ്രാർത്ഥന. അപ്പൊ അയച്ചത് കർത്താവ് മനഃപ്പുറം തന്നെ അയച്ചത്. വായിച്ചേ 37. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? 2:37. ഇത് കേട്ടപ്പോൾ അവര് ഇത് കേട്ടപ്പോഴേ അവരുടെ ഹൃദയം തുടങ്ങി. അതാണ് ഉണ്ടാവേണ്ടത്. ഓരോ വ്യക്തികൾക്കും ഹൃദയം തുടങ്ങണം. ജാതി ഭേദമന്യേ ഇവിടെ ക്രിസ്ത്യാനിക്ക് മാത്രമല്ല യേശു ക്രിസ്തു. അവരുടെ ഹൃദയം തുടങ്ങണം. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതാ രക്ഷപ്പെടാനുള്ള മാർഗം തേടണം. പത്രോസിനോടും വ്യത്യാസം ചോദിച്ചു, ഇത് ഞാനും എന്റെ കുടുംബവും രക്ഷയിലേക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങൾ ആരാ